സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ടിറ്റോ വടക്കൻ അക്കിക്കാവ്. വിശുദ്ധ ബൈബിളിൽ നിന്ന് ദൈവിക സന്ദർശനത്തെക്കുറിച്ച്, ദൈവിക ഇടപെടലിനെക്കുറിച്ച് അല്പസ്വല്പം പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സ്തോത്രം. ദാനിയേലിനെതിരെ രാജ്യത്തെ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. രാജാവിനോടല്ലാതെ ആരോടും പ്രാർത്ഥിക്കരുതെന്ന്. എന്നാൽ ദാനിയേൽ മുമ്പേ ചെയ്തു വന്നിരുന്ന പോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും തൻ്റെ ഭവനത്തിൻ്റെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്ന് 3 നേരം പ്രാർത്ഥിച്ചു, മുമ്പേ ചെയ്തു വന്നിരുന്നത് പോലെ. എന്നാൽ ഇതറിഞ്ഞ രാജാവ് ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് ഇടുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു ദാനിയേൽ. എന്നാൽ ദാനിയേല് സിംഹം ഒരു ദോഷവും വരുത്തിയില്ല. ദാനിയേലിനെ സിംഹക്കുഴിയിൽ പുറത്ത് കയറ്റിയപ്പോൾ ഒരു പോറൽ പോലും ദാനിയേൽ സംഭവിച്ചിട്ടില്ല. ദാനിയേൽ രാജാവിനും ജനത്തിനും ബോധ്യപ്പെട്ടു ദാനിയേലിൻ്റെ ദൈവം ജീവനുള്ള ദൈവമെന്ന്. അത് രാജാവ് ദാനിയേലിന് ബാബേൽ സ്ഥാനമാനങ്ങൾ നൽകി മാനിച്ചു. സ്തോത്രം. അങ്ങനെ ദാനിയേൽ രാജാവിൻ്റെ രേഖയുടെ മീതെ വളർന്നു. സ്തോത്രം. ജോസഫിനെ ജോസഫിനെതിരെ സഹോദരങ്ങൾ ഉയർത്തിയ മതിലാണ് പൊട്ടക്കിണ. സ്തോത്രം. കാരാഗ്രഹം. മിസ്രൈമിൽ അടിമച്ചന്തി നിൽക്കേണ്ടി വന്നു. അടിമയെ വിൽക്കപ്പെടുവാൻ ജോസഫ്. സ്തോത്രം. എന്നാൽ ഇതിനൊക്കെ അതിജീവിച്ചും കൊണ്ട് ജോസഫ് വളർന്നു. ജോസഫിന് സീസൺ ഓപ്പൺ ആയപ്പോൾ ജോസഫ് ഈജിപ്തിൽ പ്രധാനമന്ത്രിയാവുകയും ഈജിപ്തിലെ ഫറവോൻ രാജാവ് സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോൾ ജോസഫിനെ ഫറവോൻ രാജാവ് ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി നീണ്ട വർഷം ജോസഫ് ആണു. സ്തോത്രം. ആ ജോസഫ് കുണ്ടറയിൽ റെഡ് കാർപ്പറ്റിലൂടെ അല്ല പ്രധാനമന്ത്രിയായത്, കാരാഗ്രഹത്തിൽ നിന്നാണ്. സ്തോത്രം. ഒരു വ്യക്തിയോട് ഫേവറും അനുകൂലതയുണ്ടെങ്കിൽ ദൈവം ആ വ്യക്തിയെ വളർത്തുക തന്നെ ചെയ്യും. ജോസഫ് പൊട്ടക്കിണറിൻ്റെ അനുഭവത്തിൽ നിന്ന് പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തി. ദൈവം ജോസഫ് മതിലിനരികെ വളർന്നു വരുന്ന വൃക്ഷമെന്ന് തിരുവചനത്തിൽ കാണുന്നു. മതിലിന് മീതെ കൊമ്പുകൾ പടർന്നു പന്തലിച്ചു. അത് പ്രകാരം തന്നെ ജോസഫിനെ മരമായിട്ടാണ് അവിടെ ബോംബിച്ചിരിക്കുന്നത്. ജോസഫ് വളർന്നു പന്തലിച്ചു. തൻ്റെ പ്രധാനമന്ത്രിയാകുവാനും എല്ലാ രാജ്യങ്ങളും ക്ഷാമം ഉണ്ടായപ്പോൾ ഈജിപ്തിൽ മാത്രം ക്ഷാമമില്ല. ഇഷ്ടംപോലെ ധാന്യം വിളഞ്ഞ് പാണ്ഡ്യശാല എന്ന് പറഞ്ഞ ജോസഫിൻ്റെ രാജ്യത്തിലേക്ക് ജോസഫിൻ്റെ സഹോദരങ്ങളും പിതാവും ധാന്യം വാങ്ങിക്കാൻ വന്നു. ജോസഫിനെ വണങ്ങി. ചെറുപ്പത്തിൽ കണ്ട സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ മറ്റും അസൂയപൂർണ്ണ സഹോദരങ്ങൾ തൻ്റെ പിതാവ് കൊടുത്ത് അങ്കി വലിച്ചു കയറി പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടെങ്കിൽ ദൈവം യേശു ക്രിസ്തു ജോസഫിന് വേണ്ടി പ്രധാനമന്ത്രി കുപ്പായ തുന്നുകയായിരുന്നു. പിതാവ് കൊടുത്ത അങ്കി സഹോദരങ്ങൾ വലിച്ചു കയറിയെങ്കിൽ ജോസഫിന് പ്രധാനമന്ത്രിയാകുവാൻ ദൈവത്തെ പ്രസാദം തോന്നി. അവിടെ ജോസഫിന് പ്രധാനമന്ത്രിയായിട്ട് ധരിക്കേണ്ട വസ്ത്രം സ്വർഗം തുന്നുകയാണ്. സ്തോത്രം. തക്കാമയത്ത് കൊണ്ടിരിക്കുന്ന ഒരു യഹോവ, ഒരു ദൈവം യേശു ക്രിസ്തു ജീവിക്കുന്നു. അബ്രഹാമിനോട് തനിക്ക് ലഭിച്ച വാഗ്ദത്ത സന്തതി, 100-ാം വയസ്സിൽ ലഭിച്ച വാഗ്ദത്ത സന്തതിയെ തനിക്ക് ദൈവത്തിന് വേണ്ടി ബലി അർപ്പിക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം അത് ആ കൽപ്പന പ്രകാരം മോറിയ മലമുകളിലേക്ക് പോവുകയാണ്. പൈതലായിട്ട് തീയും വിറകും കത്തിയുമായി പൈതൽ ഇസാക്ക് ചോദിച്ചു അബ്രഹാമിനോട്, അപ്പ വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, അറുപ്പാനുള്ള ആടെവിടെ? അബ്രഹാം പറഞ്ഞു, യഹോവയിലെ ദൈവം കരുതിക്കൊള്ളും. സ്തോത്രം. മോറിയ മലമുകളിലെത്തി കല്ലുകൾ പറക്കി വെച്ച് മീതെ വിറക് വെച്ച് മീതെ ഇസാക്കിനെ കെടുത്തി കത്തിയോണ്ട് കുത്താൻ പോകുമ്പോൾ സ്വർഗം വിളിച്ചു പറഞ്ഞു, അബ്രഹാമേ ബാലിൻ്റെ മേൽ കൈവയ്ക്കരുത്. അബ്രഹാം നോക്കിയപ്പോൾ കൊടുങ്കാറ്റ് മുമ്പിലൊരു കൊമ്പ് കുടുങ്ങിയെടുത്ത ആടിനെ ബലി അർപ്പിച്ചും കൊണ്ട് അബ്രഹാം മകനും ഭവനത്തിലേക്ക് മടങ്ങി പോന്നു. സ്തോത്രം. ദൈവം തക്കാമയിൽ പ്രവർത്തിച്ച ദൈവം അത്ഭുതമന്ത്രി വീരനാഥ് അബ്രഹാം. സ്തോത്രം. ഹാഗർ. ചെങ്കടലിൽ ഇസ്രായേൽ ജനം ഫറവോന്റെ കയ്യിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ 10-15 ലക്ഷം ഇസ്രായേൽ ജനം മരുഭൂമിയിൽ നടന്നു വരവെ മുമ്പിൽ ചെങ്കടൽ,
പിന്നെ ഫറവോൻ സൈന്യം 2 സൈഡിലും ഫറവോൻ നിരകൾ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ഇസ്രായേൽ ജനം പിറുപിറുക്കാൻ തുടങ്ങി മോശയ്ക്കെതിരെ. ഞങ്ങളെ ഈ ചെങ്കടൽ മരുഭൂമി കൂടെ കൊണ്ടുവന്നത് ഞങ്ങൾ കൊന്നുകളയുവാണ്. ഇസ്രായേലിൽ വലിയ കുഴിയില്ലായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇത് കേട്ടപ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ചു. മോശയുടെ കയ്യിലുള്ള വടി ചെങ്കടൽ നേരെ നീട്ടിയപ്പോൾ ചെങ്കടൽ 2ആയി വിഭാഗിക്കപ്പെട്ടു. ആ ചെങ്കൽ പാതയിലൂടെ ഇസ്രായേൽ ജനം അക്കരയ്ക്ക് കടന്നു. ആ പാതയിലൂടെ കടന്നു വന്ന ഫറവോൻ സൈന്യവും മോശ വീണ്ടും ചെങ്കടൽ നേരെ വടി നീട്ടിയപ്പോൾ ചെങ്കടൽ ഒന്നാകുകയും ഫറവോൻ സൈന്യം ചെങ്കടലിൽ മുങ്ങിച്ചാവുകയും ചെയ്തു. സ്തോത്രം. പ്രവർത്തിക്കുന്ന യഹോവ ആ ചെങ്കടലാണ് 10 കിലോമീറ്റർ മുമ്പേ വരുന്നതിന് മുമ്പേ വിഭാഗിക്കാൻ ചെയ്തില്ല. തക്കാമയത്ത് ചെങ്കടൽ മുമ്പെത്തിയപ്പോൾ ചെങ്കടൽ ഭാവിച്ചുകൊണ്ട് അവരൊക്കെ തന്നെ അക്കരയ്ക്ക് കടത്ത് വിടുവിക്കുന്ന യഹോവ. തക്കാമയത്ത് പ്രവർത്തിക്കുന്ന യഹോവ. ആഗാർ മരുഭൂമിയിൽ അബ്രഹാം ഇറക്കി വിട്ട് അബ്രഹാം സാറായും ആഗാറിനെ പൈതലിനെ ഇറക്കി വിട്ടു വീട്ടിൽ നിന്ന് തിരുത്തി വെള്ളം അപ്പവും കൊടുത്തുകൊണ്ട്. ആഗാർ മറ്റു വഴിയില്ലാണ്ട് മരുഭൂമിയിൽ ഉയരുകയാണ്. ആഗാർ കരഞ്ഞു. കുഞ്ഞിൻ്റെ ഭാഗത്ത് കിടത്തി. കുഞ്ഞിൻ്റെ മരണം കാണുന്നുണ്ടെന്ന് പറഞ്ഞ് തുരുത്തിയിൽ വെള്ളം തീർന്നു, അപ്പവും തീർന്നു. ഈ കുഞ്ഞിൻ്റെ മരണം കാണുമെന്ന് പറഞ്ഞ് കരയുന്ന ആഗാറിനോട് ദൈവത്തിന് ദൂതം വിളിച്ചു. ആഗാരെ കരയേണ്ട, ബാലിൻ്റെ നിലവിളി സ്വർഗ്ഗസന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നു, ദൈവസന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നു. അവനെ വലിയൊരു ജാതിയാക്കും. ഇപ്പോൾ അബ്രഹാമിന് വേണ്ടി ആഗാറിന് വേണ്ടി പ്രവർത്തിച്ച യഹോവ ജീസസ് യേശു ക്രിസ്തു. അത്ഭുത മന്ത്രി വീരനാം ദൈവം. ആഗാർ കണ്ണൂർ നോക്കിയപ്പോൾ മുമ്പിൽ ഒരു നീരുറവ, ഉറവിൽ ഇഷ്ടം പോലെ വെള്ളം. ആഗാറും കുഞ്ഞിന് ഇഷ്ടം പോലെ വെള്ളം ദൈവം കൊടുത്തു. മനുഷ്യൻ കൊടുത്താൽ പരിധിയുണ്ട്. അബ്രഹാം കൊടുത്തൊരു തുരുത്തി വെള്ളമാണ്. ദൈവം ഇഷ്ടം പോലെ വെള്ളം കൊടുത്തു മാനിച്ചു ആകാരം. സ്തോത്രം. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദൈവ, ദൈവത്തിൻ്റെ മനസ്സലിവ് തക്കാമേത് വിടുവിക്കുന്ന യഹോവ. അത് ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്ന യഹോവ. ആ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരുന്ന യഹോവ. ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ശത്രുക്കളാകും തീച്ചുള്ളിലേക്ക് വലിച്ചെറിയപ്പെട്ടു പ്രമാണത്തിന് വേണ്ടി നിന്നതുകൊണ്ട്. എന്നാൽ യേശുക്രിസ്തു 4-മനായി തീയിലേക്ക് ഇറങ്ങി വന്ന് തീയുടെ ബലത്തേക്ക് എടുത്തി. സ്തോത്രം. രാജാവ് പറഞ്ഞു, 3 പേരെ തീയിലിട്ടിപ്പോൾ 4 പേർ ആ 3 പേരെയും പുറത്തു വന്നു. പുറത്തു വരാൻ കൽപ്പിച്ചു. പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് തീൻ്റെ രോമം പോലും കരിഞ്ഞിട്ടില്ല, ഇവർ പോറിൽ പോലും ഏറ്റിട്ടില്ല. ഇതുകൊണ്ട് രാജാവ് ജനത്തിന് ബോധ്യപ്പെട്ടു, ശത്രുക്കും മേശകത്തിനും ദൈവം, ജീവനുള്ള ദൈവം. ആ ജനത്തിൽ ജനത്തിനും രാജാവിന് ബോധ്യപ്പെട്ടു, ശത്രുക്കും മേശകത്തിനും ദൈവം, ജീവനുള്ള ദൈവം. ആ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കൊന്ന് വിരമിക്കുന്നു. ഡിറ്റോ വടക്കൻ ആക്കിക്കാവ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.